രാത്രിയുടെ ഉള്ളിൽ ആ ഇൻറ്റിമസി, ആ മണവാളൻ മണവാട്ടിയെ വാരി പുണരുന്ന ആ ലയനം, മണവാളൻ്റെ ആത്മാവ് മണവാട്ടിയുടെ ആത്മാവുമായിട്ട് അങ്ങ് ലയിച്ച് മണവാളൻ പറയാണ്, ഇത് എൻ്റെ ശരീരം, എൻ്റെ രക്തം നിനക്ക് വേണ്ടി, എൻ്റെ ജീവൻ നിനക്ക് വേണ്ടി തന്നിരിക്കുന്നു. മണവാട്ടി പറയാണ്, എൻ്റെ ജീവനും നിനക്ക് വേണ്ടി. അതാണ് കോൺസെക്രേറ്റഡ്. ഐ കോൺസെക്രേറ്റ് മൈസെൽഫ് ഫോർ യു. ഞാൻ എന്നെ തന്നെ നിനക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഈശോ പറയുമ്പോൾ നമ്മൾ പറയാണ്, ഓ ഈശോയേ, ഞാനും എന്നെ തന്നെ നിനക്ക് വേണ്ടി കോൺസെക്രേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ രണ്ട് ജീവനും ലയിച്ചിരിക്കുന്നു. ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിച്ചു. ഓ ഈശോയേ, എന്നോട് സംസാരിക്കണേ, എന്നെ ആ സ്നേഹത്തിൻ്റെ കടലിൽ ഇപ്പൊ നിങ്ങൾ ഈശോ പറഞ്ഞ വാക്ക് മാത്രമേ ചിന്തിക്കാവൂ. പഴയ നിയമത്തിലൊന്നും ഇപ്പൊ ചിന്തിക്കരുത്. അത് അവസാനിച്ചു. പുതിയ നിയമത്തിലേക്ക് പ്രവേശിച്ചു, പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു. ഈശോ ജീവൻ തന്നു, എല്ലാം പൂർത്തിയായി. ഇനി നമ്മളത് അനുഭവിക്കണം. അനുഭവിച്ചോളൂ, കേട്ടോളൂ. നീ എൻ്റേതാണ്. സ്വരം ശ്രവിക്കുക, ലയിക്കുക. ആ പ്രേമത്തിൽ, ആ സ്നേഹത്തിൽ ആനന്ദിക്കുക. ലയനത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ലയിച്ച് ഈശോയുടെ ഹൃദയത്തിൽ ലയിച്ച് ഈശോയുടെ ആത്മാവും നമ്മുടെ ആത്മാവും ഒന്നായി പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന, ദൈവാത്മാവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള ഈ ലയനമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലയനാവസ്ഥയിൽ നമ്മൾ, ഈ ലയനാവസ്ഥയുടെ ഏറ്റവും വലിയ അനുഭവമായ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ സാവധാനം അങ്ങ് ഒഴുകുക, അങ്ങ് മുന്നോട്ട് പോകുക. കുർബാനയ്ക്കായിട്ട് നമ്മൾ പോകുമ്പോൾ വിശുദ്ധ കുർബാന മുഴുവനും ഈ ലയനത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ലയിക്കപ്പെട്ട അവസ്ഥയാണെന്നുള്ള ബോധ്യത്തിൽ ആ പ്രാർത്ഥനകളെല്ലാം ഈ പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ, പുതിയ നിയമമാണ് കുർബാന. അതാണ് ആരംഭിക്കുന്നത്. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന, കർത്താവ് നൽകിയ ജീവൻ, ആ ജീവൻ നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോയുടെ കൃപാവരം നാം എല്ലാവരിലും അവിടുത്തെ കാരുണ്യത്താൽ സമ്പൂർണ്ണമാകട്ടെ. വിസ്മരണീയവും
ജീവദായകവുമായ ഈ രഹസ്യം ഉൾക്കൊള്ളാൻ ദൈവമേ അങ്ങയുടെ ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ബലിയർപ്പണത്തിനായി പോകാം.